ഓക്കെ, ഇപ്പോൾ റെക്കോർഡിംഗ് ഓൺ ആണ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. പിന്നെ അറബിയിലെ എല്ലാ വേർഡുകളും അഥവാ ഏകദേശം ഒരു 90% വേർഡുകളും അതിൻ്റെ ബേസിക് ലെറ്റേഴ്സ് 3 ആയിരിക്കും. കുറച്ച് വേർഡുകളുണ്ട് 4 അക്ഷരമുള്ള പിന്നെ വർബ് ഉണ്ടാവുന്ന. പിന്നെ ചില ഇസ്മുകൾ ചിലപ്പം ബേസിക് ലെറ്റേഴ്സ് 3 കൂടുതൽ ഉണ്ടാവാം. എങ്കിലും പിന്നെ സാധാരണ നിലയിൽ ഡിറൈവ്ഡ് ഫോംസ് ആണ് എന്നുണ്ടെങ്കിൽ, അഥവാ വേറെ വേർഡിന്ന് വർബെന്നോ അതല്ലെങ്കിൽ പിന്നെ മസ്തർ എന്ന് പറയും ക്രിയാധാതു, അതൊന്നോ ഉണ്ടായതാണ് എങ്കിൽ പിന്നെ അതിൻ്റെ റൂട്ട് ലെറ്റേഴ്സ് അധികം 3 അക്ഷരങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ആ റൂട്ട് ലെറ്റേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറബിക്ക് ഡിക്ഷണറി നോക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗം തന്നെ ആയതുകൊണ്ട് ഞാൻ ഇനി അതും കൂടെ പറഞ്ഞിട്ട് ഓരോ വേർഡിൻ്റെയും റൂട്ട് ലെറ്റേഴ്സും കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഇവിടെ കൊടുത്ത 6 വേർഡ്സിൽ ജനറലായിട്ട് എല്ലാ വേർഡിൻ്റെയും മുമ്പിൽ വന്നിട്ടുള്ള ഒരു അക്ഷരമാണ് മു എന്നുള്ളത്. അതുകൊണ്ട് ആ മു എന്നുള്ളത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ലെറ്റർ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കി ലെറ്റേഴ്സ് എടുത്തിട്ട് അതിന്ന് റൂട്ട് ലെറ്റേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ മുസ്ലിം എന്നതിൽ നിങ്ങൾ പറഞ്ഞു സീനും ലാമും മീമും ആണ്. സെലിമ രക്ഷപ്പെടുക, പിന്നെ അതുപോലെ തന്നെ അസ്ലമ കീഴ്പ്പെടുക, ഈ വേർഡുകളൊക്കെ ഈ വേർഡുകളിൽ നിന്നൊക്കെ ഉണ്ടായതാണ് ഈ മുസ്ലിം എന്നുള്ള വേർഡ്. അപ്പോൾ സീന് ലാമ് മീമ് ഇതേ ഓർഡറിൽ വരുമ്പോഴാണ് പിന്നെ ഈ രക്ഷപ്പെടുക കീഴ്പ്പെടുക എന്നുള്ള അർത്ഥമൊക്കെ വരുന്നത്. ഓർഡർ മാറ്റി കഴിഞ്ഞാൽ അർത്ഥം മാറും. അപ്പോൾ സീനും ലാമും മീമുമാണ് മുസ്ലിം എന്ന വേർഡിൻ്റെ റൂട്ട് ലെറ്റേഴ്സ്. അപ്പോൾ അറബി ഡിക്ഷണറി എടുത്തിട്ട് മുസ്ലിം എന്ന വേർഡിൻ്റെ മീനിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സീനൻ മൂ അല്ലെങ്കിൽ മീമിൻ്റെ പിന്നെ ബാബിൽ പോയിട്ട് കാര്യമില്ല, സീനിൻ്റെ ബാബിൽ പോകണം. എന്നിട്ട് അടുത്ത ലെറ്റർ ലാമ് നോക്കണം, മൂന്നാമത്തെ ലെറ്റർ മീമ് നോക്കണം. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. എങ്ങനെ മീം എങ്ങനെയാ റൂട്ട് ലെറ്റർ നിങ്ങൾ ഒഴിവാക്കിയത്? മീമ് അഡീഷണൽ ആയിട്ട് നമുക്ക് പിന്നെ ഇത് സെലിമ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നും അതിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ വേറൊരു ലെറ്റർ ആഡ് ചെയ്തിട്ട് ഹംസ ആഡ് ചെയ്തിട്ട് അസ്ലമ എന്നാക്കുമ്പോൾ കീഴ്പ്പെട്ടു എന്നും, എന്നിട്ട് പിന്നെ അതിനെ കീഴ്പ്പെട്ടവൻ എന്നർത്ഥം കിട്ടാനും വേണ്ടി ആഡ് ചെയ്യുന്നതാണ് ഈ മു. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു 10-15 ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. പിന്നെ ഒരു പണി ചെയ്യുന്നവൻ എന്നർത്ഥം കിട്ടാൻ 2 രീതിയിൽ നമുക്ക് അതിനെ പിന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഇവിടെ കൊടുത്ത സോലിഹ്, കാഫിർ, അതുപോലെ തന്നെ ജാലിസ്, ആ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അഥവാ ഇപ്പൊ സൊലുഹ എന്ന് പറഞ്ഞാൽ നന്നായി, സോലിഹ് എന്ന് പറഞ്ഞാൽ നന്നായവൻ അല്ലെങ്കിൽ നല്ലത്, ഖഫറ പറഞ്ഞാൽ നിഷേധിച്ചു, കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നവൻ, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, ജാലിസ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നവൻ, ഖഅദ എന്ന് പറഞ്ഞാൽ ഇരുന്നു, ഖാഇദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ, ദഹബ എന്ന് പറഞ്ഞാൽ പോയി, ദാഹിബ് എന്ന് പറയുമ്പോൾ പോകുന്നവൻ. ആ രീതിയിൽ നഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്തു, നാഫിഅ എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്യുന്നവൻ, നാസിർ സഹായിക്കുന്നവൻ, നസറ സഹായിച്ചു, നാസിർ സഹായിക്കുന്നവൻ, ഫതഹ തുറന്നു, ഫാത്തിഹ് തുറക്കുന്നവൻ, ഫതഹ വിജയിപ്പിച്ചു എന്നർത്ഥമുണ്ട്. അപ്പോൾ ഫാത്തിഹ എന്ന വിജയിക്കുന്നവൻ അല്ലെങ്കിൽ വിജയിപ്പിക്കുന്നവൻ, നജഹ എന്ന് പറഞ്ഞാലും വിജയിച്ചു, നാജിഹ് എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നവൻ. ഇങ്ങനെ ആ സ്വാദ്, ലാമ്, ഹാ, കാഫ്, ഫാ, റാ, ഈ ലെറ്ററിലൊക്കെ ഇടയിൽ അലിഫ്, ഫസ്റ്റത്തെ ലെറ്ററിന് ശേഷം അലിഫ് ഇട്ടിട്ട് നീട്ടി സോ കാ എന്ന് നീട്ടി വായിച്ചപ്പോൾ അത് ചെയ്യുന്നവൻ എന്നർത്ഥം കിട്ടിയല്ലോ. ഇതേപോലെ ഒരു പ്രയോഗമാണ് മു. അതിന്റെ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കും. ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പൊതുവെ ഈ 4 വേർഡ്സിൽ മു എന്നുള്ളത് പിന്നെ സ്റ്റാർട്ടിങ് ലെറ്റർ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നും ഈ 4 വേർഡ്സിന്റെയും ബേസിക് ലെറ്ററിലുള്ളതല്ല, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ സീനും ലാമും മീമും ആണ് ഇതിന്റെ ബേസിക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ മുഅ്മിൻ എന്ന വേർഡിൽ സ്വാഭാവികമായിട്ടും മീം ഒഴിവാക്കിയിട്ടുള്ള ഹംസ, ഇത് ഹംസ എന്നാ പറയേണ്ടത്, വാവ് എന്ന് പറയുന്നത്. ഹംസ ഒരു വേർഡിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ പറയുമ്പോൾ നമ്മൾ ഹംസ എന്നാ പറയേണ്ടത്. വാവ് എന്നോ അലിഫ് എന്നോ യാ എന്നോ അല്ല പറയുക. ഈ ഹംസക്ക് ഇരിക്കാനുള്ള ഒരു ചെയർ മാത്രമാണ് ഈ വാവ്. ഓക്കെ, അപ്പോൾ ഹംസയും മീമും നൂനും ചേർന്നതാണ് ഇതിന്റെ റൂട്ട് ലെറ്റേഴ്സ്. അപ്പോൾ ഹംസ മീമ് നൂന്, ആ വേർഡിന്റെ മീനിങ് വരിക ശാന്തത, നിർഭയത്വം, സമാധാനമായി എന്നൊക്കെയാണ്. അപ്പോൾ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടായ വേർഡാണ്. അപ്പോൾ അതിന് സമാധാനവും നിർഭയത്വവുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു സോലിഹ്, സൊലുഹ നന്നായി എന്നാണ്. അപ്പോൾ സോലിഹ് എന്ന് പറഞ്ഞാൽ നന്നായവൻ,
അതുപോലെ നല്ലത് എന്നർത്ഥവും പറയും. അമലു സ്വാലിഹാത്ത് ഇതിൽ നിന്നുണ്ടായതാണ്. കഫറ അതില് അല്ല ഹംസ ബേസ് ലെറ്റർ അല്ലേ, അപ്പൊ അതിന്റെ കൂടെ ഉള്ളതല്ലേ? ഏതിലാണ്, ഏത് വേർഡിലാ? മോമിനില്. മുഅ്മിനിലെ ഹംസ ബേസിക് ലെറ്റർ ആണ്. ഹംസയും അതിന് ശേഷമുള്ള മീമും അതിന് ശേഷമുള്ള ന്യൂനും. അമിന, അമ്ന് എന്നൊക്കെ പറയാം. ഇനി സ്വാലിഹ്, കാഫിർ, ജാലിസ് ആ രീതിയിൽ പറയുന്ന വേർഡിലൊക്കെ ആ അലിഫാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ലെറ്റർ അല്ല, ആ നീട്ടാനുള്ള ആ അലിഫാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്വാദും ലാമും ഹാവുമാണ് ബേസിക് ലെറ്റർ. അപ്പൊ സ്വലുഹ എന്ന് പറഞ്ഞാൽ നന്നായി എന്നാണ് അർത്ഥം. അതുപോലെ കാഫിർ എന്നതിൽ അഡീഷണൽ ആയിട്ട് വന്ന അക്ഷരം അലിഫാണ്. ബാക്കിയുള്ള കാഫും ഫാവും റാവും ആണ് അതിന്റെ റൂട്ട് ലെറ്റേഴ്സ്. കഫറ, കുഫർ എന്നൊക്കെ പറയുന്നത് ഈ ബേസിക് ലെറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നിഷേധം. കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു, കാഫിർ എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നവൻ. അതുപോലെ കഫറ എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക എന്നർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഈ വിത്ത് മണ്ണിന്റെ ഉള്ളിൽ മൂടി വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കർഷകരെ നമ്മൾ കാഫിർ എന്ന് പറയും. ഇതിന്റെ കാഫിർ എന്നതിന്റെ പ്ലൂരൽ ഫോം ആണ് നമ്മൾ കുഫാർ എന്നൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്. കാഫിർ എന്നതിന്റെ പ്ലൂരൽ ഫോം ആണ് കുഫാർ എന്ന വേർഡും. അതുപോലെ വാവും നൂനും അവസാനത്തിൽ ചേർത്തിട്ട് ഇതിനൊക്കെ പ്ലൂരൽ ഫോം ഉണ്ടാക്കാം. മുസ്ലിം എന്നതിനെ മുസ്ലിമൂന, മുഅ്മിൻ എന്നതിനെ മുഅ്മിനൂന, സ്വാലിഹ് എന്നതിനെ സ്വാലിഹൂന, കാഫിർ എന്നതിനെ കാഫിറൂന, മുഷിരിക് മുഷിരിക്കൂന, മുനാഫിഖ് മുനാഫിഖൂന എന്നുണ്ടാക്കും. അത് അടുത്ത പാഠത്തിൽ വരുന്നുണ്ട്, ജസ്റ്റ് സൂചിപ്പിച്ചു. മുഷിരിക്ക് ഇതിലെ റൂട്ട് ലെറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും? മുഷിരിക് ഷീന് റാവ് കാഫ്. ഓക്കെ. മുനാഫിഖ് എന്ന വേർഡില് 5 അക്ഷരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഒഴിവാക്കിയിട്ട് 4 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെയായിരിക്കും? നാഫിഖ്, മുനാഫിഖ്, ഇതിൽ ഏത് ലെറ്റേഴ്സ് ആയിരിക്കും റൂട്ട് ലെറ്റേഴ്സ്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നൂന്, ഓക്കെ. അലിഫ് അഡീഷണൽ ആയിട്ട് വരുന്ന ലെറ്റർ ആണ് കേട്ടോ. ഓക്കെ. ഇനി ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ ഇതാണ് പ്രയോഗമാണ് പ്ലൂറൽസ് ഓഫ് നൗൺസ്. സാധാരണ നിലയിൽ പിന്നെ നമുക്ക് പ്ലൂറൽ ഉണ്ടാക്കാനുള്ള സിമ്പിൾ മെത്തേഡാണ് അവസാനത്തിൽ വാവും നൂനും ചേർക്കുക, അല്ലെങ്കിൽ യാവും നൂനും ചേർക്കുക. അപ്പൊ ഇതാ മുസ്ലിം എന്നതിനെ മുസ്ലിമൂന എന്നും പറയും, മുസ്ലിമീന എന്നും പറയും. അന മിനൽ മുസ്ലിമീൻ എന്ന് വജ്ജഹത്ത് ഊതുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, മുസ്ലിമീൻ. അതുപോലെ മുഅ്മിൻ, മുഅ്മിനൂന അല്ലെങ്കിൽ മുഅ്മിനീൻ, സ്വാലിഹ്, സ്വാലിഹൂന അല്ലെങ്കിൽ സ്വാലിഹീൻ. ഇതിന്റെ പിന്നെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചാറ്റിൽ എടുത്തു വെക്കാട്ടോ. എന്നാൽ പിന്നെ റഫർ ചെയ്യാൻ സുഖമാണ് പരീക്ഷക്കൊക്കെ. അതുപോലെ എന്താണ് ഇന്ന് പഠിച്ചതെന്ന് നോക്കാനും മനസ്സിലാക്കാനൊക്കെ അതും വളരെ സുഖമാണ്. കാഫിർ, കാഫിറൂന, കാഫിരീന. മുഷിരിക്, മുഷിരിക്കൂന അല്ലെങ്കിൽ മുഷിരിക്കീന. മുനാഫിഖ് ഒരാളെടുത്താൽ മതി. ഒരു ഡൗട്ട്, ഇതിൽ എന്താ വ്യത്യാസം? എന്താണ് ഈ മുസ്ലിം മൂനാന്നും മുസ്ലിം മീനാന്നും എന്താ വ്യത്യാസം? വ്യത്യാസം അത് പിന്നെ മുസ്ലിമൂന എന്നുള്ളതാണ് ബേസിക് ഫോർമാറ്റ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് നഹ്നു മുസ്ലിമൂന എന്നാ ഉപയോഗിക്കുക. മുസ്ലിമീന ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പിന്നെ ഞാൻ ഒരു മുസ്ലിമാണ്, അവിടെ നമ്മൾ മുസ്ലിമാണ്, മുസ്ലിം എന്നാണ് ഉപയോഗിച്ചത്. ഞാനൊരു മുസ്ലിമിനെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിമിനെ എന്ന് പറഞ്ഞല്ലേ? ആ വ്യത്യാസമാണ്. അഥവാ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇങ്ങനെയുള്ള ഡിഫറൻസ് ആണ് മുസ്ലിമൂന മുസ്ലിമീന എന്നതിലുള്ളത്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹർഫുകളുണ്ട്. നമ്മൾ ബി, ഫി, ലീ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രിപ്പോസിഷൻസ്. ഇത് ഏതെങ്കിലും മുമ്പ് ചേരുമ്പോഴും മുസ്ലിമൂന എന്നുള്ളത് മുസ്ലിമീന എന്നാവും. അതുകൊണ്ടാണ് വ അന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ മുസ്ലിമീൻ എന്ന് അവിടെ പറയാനുള്ള കാരണം അതിന്റെ തൊട്ട് മുമ്പിൽ മിൻ എന്നുള്ള പ്രിപ്പോസിഷൻ വന്നത് കൊണ്ടാണ്. പ്രിപ്പോസിഷന് ശേഷം മുസ്ലിമീന ആ രീതിയിലാണ് വരിക.
അതേപോലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും മുസ്ലിമീന എന്ന രീതിയിലാണ് വരിക. അറബിയില് പിന്നെ ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് സെന്റൻസിന്റെ പൊസിഷൻ നോക്കിക്കാണ്ട് ഒന്ന് സബ്ജക്റ്റ് ആണോ ഒബ്ജക്റ്റ് ആണോ എന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പിന്നെ മുഹമ്മദ് കിൽഡ് ദ കാറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ആരാ? മുഹമ്മദ്. ദ കാറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഞാൻ അതിന്റെ സ്ഥലം ഒന്ന് മാറ്റി, ദ കാറ്റ് കിൽഡ് മുഹമ്മദ്. ആ സെന്റൻസിൽ ആരാ പിന്നെ സബ്ജക്റ്റ്? കാറ്റ്. അപ്പോ ഇംഗ്ലീഷിൽ പൊസിഷൻ മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെയും സബ്ജക്റ്റിനെയും മനസ്സിലാക്കുന്നത്. അറബിയില് അവസാനത്തിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട്, ഇപ്പൊ മൂന എന്നുള്ളത് മീന എന്നാക്കിക്കാണ്ടാണ് ആ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. പൊസിഷൻ നോക്കിക്കാണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അറബിയില് പിന്നെ എന്താ ഇതേ നേരത്തെ പറഞ്ഞ അതേ സെന്റൻസ് തന്നെ നമുക്ക് കാറ്റിനെയും മുഹമ്മദിനെയും ഫസ്റ്റിൽ വെച്ചുകാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ രണ്ടാമത് വെച്ചുകാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പൊസിഷൻ നോക്കിക്കാണ്ട് അറബിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒബ്ജക്റ്റ് ആണോ സബ്ജക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനുള്ള മാർഗമാണ് അതിന്റെ അവസാനത്തിലുള്ള ചേഞ്ചസ്. സാധാരണ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ പിന്നെ അറബിയിൽ കാറ്റ് എന്നതിന് ഖിത്ത് എന്നാണ് ഉപയോഗിക്കുക. ഖിത്ത് അതിപ്പോ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഓർത്താൽ മതി. ഇത് പിന്നെ അവസാനത്തിലുള്ള ചേഞ്ചസിനനുസരിച്ചാണ് ഒബ്ജക്റ്റും സബ്ജക്റ്റും ഒക്കെ ആവുന്നെന്ന് മനസ്സിലാക്കി വെക്കാനും വേണ്ടി ഓർത്തു വെച്ചാൽ മതി. പിന്നീട് അത് വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും. അപ്പോൾ അൽ ഖിത്തു തു എന്ന് പറയുമ്പോൾ പൂച്ച എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ദഹബൽ ഖിത്തു അല്ലെങ്കിൽ ഖതലൽ ഖിത്തു എന്ന് പറഞ്ഞാൽ പൂച്ച കൊന്നു, പൂച്ച പോയി എന്നാണ് അർത്ഥം. എന്നാ അതേ വേർഡില് ഖിത്തു എന്നതിന് പകരം തൂന് ലൊമ്മിന് പകരം ഫതഹ് ഇട്ടു എന്ന് വിചാരിച്ച ഖിത്ത, ഖതലൽ ഖിത്ത എന്ന് പറഞ്ഞാൽ അവൻ പൂച്ചയെ കൊന്നു എന്നാണ് അർത്ഥം. ഫസ്റ്റത്തിൽ ഖതലൽ ഖിത്തു പൂച്ച കൊന്നു, ഖതലൽ ഖിത്ത പൂച്ചയെ കൊന്നു. ഈ ചേഞ്ചസ് ആണ് മുസ്ലിമൂന എന്നതിലും മുസ്ലിമീന എന്നതിലുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇതില് പിന്നെ അറബിയില് പ്ലൂരൽസ്, ഇംഗ്ലീഷിൽ നമ്മൾ പ്ലൂരൽസ് പിന്നെ സാധാരണ ഇഒ എസ്ഒ അല്ലെങ്കിൽ ഇഎസ്ഒ ഒക്കെ ചേർത്തുകാണ് ഉണ്ടാക്കുമല്ലോ. എന്നാൽ വളരെ ചുരുക്കം ചില പിന്നെ വേർഡ്സിൽ ഇംഗ്ലീഷിലാണെങ്കിലും ഒന്നായിട്ടൊന്ന് അടിമുടി മാറ്റിയിട്ട് പ്ലൂരൽ ഫോം ഉണ്ടാക്കുന്ന രീതിയുണ്ട്. സാധാരണ ഇപ്പോൾ ഗേൾ എന്നതിന്റെ പ്ലൂരൽ ഫോം ഗേൾസ്, ബോയ് ബോയ്സ്, ആ രീതിയിലാണ് പറയാ. എന്നാൽ മാൻ എന്നതിന്റെ പ്ലൂരൽ ഫോം എന്താ? മെൻ എന്നാണ്. ഇതേപോലെ അറബിയിലുണ്ട് ഒന്ന് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള പ്ലൂരൽ ഫോം. അതിനെയാണ് ഇവിടെ ജംഉ സാലിം എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ജംഉ സാലിം, വാവും നൂനും അല്ലെങ്കിൽ യാവും നൂനും അല്ലെങ്കിൽ അലിഫും താ ഒക്കെ ചേർത്തിട്ട് ബേസിക് വേർഡിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഇല്ലാതെ അവസാനത്തിൽ ചേഞ്ച് വരുത്തിക്കാണ്ട് ഉണ്ടാക്കുന്ന പ്ലൂരൽ ഫോം, അതിനെ സാധാരണ റെഗുലർ പ്ലൂരൽ ഫോം എന്ന് പറയാം. അറബിയിൽ അതിന് ജംഉ സാലിം എന്നാ പറയാ. ആ ജംഉ സാലിം, ജംഅ എന്നുള്ള വേർഡാണ് പ്ലൂരൽ എന്നതിന് അറബിയിൽ യൂസ് ചെയ്യുക. ജംഅ മുഫ്രദ്, ജംഅ എന്ന് പറഞ്ഞാൽ പ്ലൂരലും, മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലറുമാണ്. സാലിം എന്നുള്ളത് നമ്മൾ മുസ്ലിം സെലിമ എന്ന വേർഡിൽ നിന്നുണ്ടായത് തന്നെയാണ് ഈ സാലിം. സാലിം എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് അല്ലെങ്കിൽ സുരക്ഷിതമായ എന്നാണ് അർത്ഥം. അഥവാ ബേസിക് വേർഡ് സെക്യൂർഡ് ആയിട്ടുള്ള പ്ലൂരൽ ഫോമാണ് ജംഉ സാലിം. ഈ സാലിം എന്നാണ് മുസ്ലിമും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം സീനും ലാമും മീമും തന്നെയാണ് ഇതിന്റെയും ബേസിക് ലെറ്റേഴ്സ്. സാലിം എന്നതിന്റെ ബേസിക് ലെറ്റേഴ്സ് സീനും ലാമും മീമും ആണ്. മുസ്ലിം എന്നതിന്റെ ബേസിക് ലെറ്റേഴ്സും സീനും ലാമും മീമും ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബേസിക് ലെറ്റേഴ്സ് ഒന്നാണ് എങ്കിൽ മീനിങ്ങിലും സാമ്യം ഉണ്ടാവും. അപ്പൊ സാലിം എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ആയിട്ടുള്ള, മുസ്ലിം എന്ന് പറഞ്ഞാൽ സെക്യൂർ ആക്കപ്പെട്ട അല്ലെങ്കിൽ സെക്യൂർ ചെയ്യുന്നവൻ എന്നാണ് മുസ്ലിം എന്നതിന്റെ അർത്ഥം. അതില് ഇൻഷാ അല്ലാഹ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇതിൽ പ്ലൂരൽ ഉണ്ടാക്കുന്ന രൂപമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വാവും നൂനും യാവും നൂനും ചേർത്തിട്ട് പ്ലൂരൽ ഉണ്ടാക്കാം. ഇനി മുമ്പ് നമ്മൾ പഠിച്ച നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട 6 വേർഡ്സുകൾ വഹും, അൻത അൻതും, അന നഹ്നു. ഖുറാനില് ഇതേപോലെ തന്നെ 1295 തവണ ഈ 6 വേർഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ വേർഡ്സിന്റെ കൂടെ ജോയിന്റ് ആയിക്കാണ്ട് ഇതിലും അധികം ഇഷ്ടം പോലെ തവണ ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്.
ഹുമ്മൊക്കെ ഒരുപാട് കാണാൻ കഴിയും. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഈ 6 വേർഡുകൾ എല്ലാവർക്കും അറിയില്ലേ? അതറിയാം. അറിയാം. ഇത് നമ്മൾ പരീക്ഷയിൽ ചോദിച്ചിരുന്നു. ഓക്കെ. അത് ഉസ്താദ് ഒന്നും കൂടെ ഒരു ഇതുണ്ടോ, സമ്മറിയുള്ള നോട്ട്ബുക്ക് ബാംഗ്ലൂർ ആയിപ്പോയേ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചാൽ മതി. ഞാൻ ഇത് അയക്കും ചെയ്യാം. പിന്നെ PDF ആക്കി കണ്ടോ മറ്റോ അയക്കണ്ട്. ഇപ്പൊ ഒന്ന് സ്ക്രീൻ കാണുന്നില്ല. പിന്നെ അല്ല സഫീർ ഭായ്, മറ്റേ ആപ്പില്ലേ ഒരു അൽ ഖുറാൻ അണ്ടർസ്റ്റാൻഡ് കൊണ്ട് ആപ്പ് അയച്ചില്ല, അതിലുണ്ട് ഇതൊക്കെ. അതെ അതെ അതെ. ഞാനൊരു കാര്യം ചെയ്യാം, പിന്നെ ഇതിന്റെ PDF ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കും ചെയ്യാം. ഇനി പിന്നെ ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഇത് എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഇനി വർബിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ വർബിന്റെ ഫോമുകളൊക്കെ ഈ വേർഡ്സിനനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഇത് വർബിന്റെ ഉള്ളില് ഒളിഞ്ഞു കിടക്കുന്ന പ്രനൗണുകളാണ്. സെപ്പറേറ്റ് സബ്ജക്റ്റ് ഒന്നും പറയാത്ത സമയത്ത് ഈ വേർഡുകളാണ് അതിന്റെ ഉള്ളിലെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇത് ആ രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബ്രെയിന് അത് പിക്ക് ചെയ്യും. അപ്പോൾ ഹുവ എന്ന് പറയുമ്പോൾ വലതേ കൈ പിന്നെ റൈറ്റ് സൈഡിലേക്ക് നീട്ടിയിട്ട് അവൻ, ഒരാളെ ചൂണ്ടിക്കാണിച്ചു പറയുന്ന പോലെ ഒറ്റ വിരലുകൊണ്ട് ഹുവ എന്ന് പറയുക. പിന്നെ ഹും എന്ന് പറയുമ്പോൾ 4 വിരല് ചൂണ്ടിയിട്ട് റൈറ്റ് സൈഡിലേക്ക് തന്നെ കൈ ഇതാക്കുക, ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ. അൻത നേരെ മുമ്പിലുള്ള ഒരാളുടെ നേരെ ഒറ്റ വിരല് ചൂണ്ടുക, അൻത. അൻതും എന്ന് പറയുമ്പോൾ 4 വിരല് ചൂണ്ടുക. അന നമ്മളെ നേർക്ക് ചൂണ്ടുക. നഹ്നു 4 വിരല് നമ്മളെ നേരെ ചൂണ്ടുക, നഹ്നു ഞങ്ങൾ. അത് അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ബ്രെയിൻ അത് പെട്ടെന്ന് പിക്ക് ചെയ്യും. അത് ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന പിന്നെ ഇതിൽ പറയുന്ന സംഗതിയാണ്. ഓക്കെ. ഇനി പിന്നെ ഈ പറഞ്ഞ നേരത്തെ ഉപയോഗിച്ച സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർഡ്സും അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ച ഹുവ, ഹുമ, ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു എന്ന് പറയുന്ന പ്രൊനൗൺസും വെച്ചിട്ടുള്ള സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുസ്ലിം എന്നുള്ള സിംഗുലർ ഫോമാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഹുവ, അൻത, അന ഈ 3 വേർഡും ചേർത്തുകൊണ്ട് പറയാം. ഹുവ മുസ്ലിം, ഹി ഈസ് എ മുസ്ലിം. അൻത മുസ്ലിം, യു ആർ എ മുസ്ലിം. അന മുസ്ലിം, ഐ ആം എ മുസ്ലിം. ഇനി പ്ലൂറൽ ഫോം ആകുമ്പോൾ മുസ്ലിമൂന എന്നാ യൂസ് ചെയ്യുക. മുസ്ലിമീന എന്ന് ഇവിടെ യൂസ് ചെയ്യൂല, കാരണം ഇത് സബ്ജക്റ്റിന്റെ പ്ലേസിലാണ്. ഹും മുസ്ലിമൂൻ, ദേ ആർ മുസ്ലിംസ്. അൻതും മുസ്ലിം, യു ആർ മുസ്ലിംസ്. നഹ്നു മുസ്ലിമൂൻ, വി ആർ മുസ്ലിംസ്. ഓക്കെ. ഇനി പിന്നെ ഞാൻ ഇപ്പോ പറഞ്ഞ ആ സെന്റൻസ് നിങ്ങളൊന്ന് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പിന്നെ 30 സെക്കൻഡ് ഒന്ന് മനസ്സിലേക്ക് ആലോചിക്കുക. ഞാൻ ചോദിക്കും, നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കും, അവര് ആൻസർ പറയണം. മീനിങ് ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ഹുവ മുസ്ലിം എന്ന് പറഞ്ഞാല് അതിന് മീനിങ് പറയണം. അതേപോലെ തന്നെ ചിലപ്പോൾ ഞാൻ തെറ്റിച്ച് ചോദിക്കും. അപ്പൊ തെറ്റാണോ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ആദ്യം പറയണം, എന്നിട്ടാണ് മീനിങ് പറയേണ്ടത്. ആദ്യ സെന്റൻസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയണം, അതിനുശേഷം അതിന്റെ മീനിങ്ങും പറയണം. 30 സെക്കൻഡ് ആലോചിക്കാം. സ്ക്രീൻ കാണുന്നില്ല കേട്ടോ. കാണുന്നില്ല? ഇല്ല. ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഞാൻ ഇപ്പം കാണില്ല. ഇപ്പൊ ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യും. ഒരു മിനിറ്റ്. നിങ്ങൾ ഞാൻ സെന്റൻസ് പറഞ്ഞൊന്ന് ഓർത്തു വെക്കുക. ഹുവ മുസ്ലിം, ഈസ് എ മുസ്ലിം. അതിന്റെ പ്ലൂറൽ ഫോം ഹും മുസ്ലിമൂന അല്ലെങ്കിൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ മതി. എഴുതുമ്പോൾ മുസ്ലിമൂന എന്ന് എഴുതും. പിന്നെ അൻത മുസ്ലിം, യു ആർ എ മുസ്ലിം. അൻതും മുസ്ലിമൂന അല്ലെങ്കിൽ മുസ്ലിമൂൻ, യു ഓൾ ആർ മുസ്ലിംസ്. അന മുസ്ലിം, ഐ ആം എ മുസ്ലിം. നഹ്നു മുസ്ലിമൂൻ, വി ആർ മുസ്ലിംസ്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം.
ഈ നോമ്പ് സമയത്തൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശരിയാണോ ഉസ്താദേ? ഫൗളല്ലേ? അപ്പോഴാണ് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഈ പട്ടിണിന്റെ പ്രത്യേകത അറിയില്ലേ? പട്ടിണിയിലാണ് പല മഹാന്മാരും പലത് എഴുതുകയും പഠിക്കുകയും കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തത്. വിശപ്പ് ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ നന്നായിട്ട് വയറ് മുട്ട തിന്നു കഴിഞ്ഞാൽ ബുദ്ധി തീരെ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ദുശീലങ്ങൾ കൂടും എന്നൊക്കെയാണ് ഇമാം ഗസാലി റഹിമുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. അതോട് പറ്റിയ സമയമാണ്. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കാം. പിന്നെ ഫസ്റ്റ് സഫീർ ഖാനോട് തന്നെ ആയിക്കോട്ടെ. എന്താ ചെയ്യാ? അന മുസ്ലിം. അന മുസ്ലിം മീനിങ് ആണോ? മീനിങ് അത് ട്രൂ ആണോ ഫാൾസ് ആണോ ആദ്യം പറഞ്ഞോളൂ. അന മീൻസ് ഞാൻ, ഐ മുസ്ലിം. മുസ്ലിം എന്നല്ലേ? ഐ എം എ മുസ്ലിം. ഓക്കെ, ട്രൂ ആണ് അല്ലേ? ട്രൂ ആണ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഷിനാസ്ക. അൻത മുസ്ലിം. അൻത മുസ്ലിം. ട്രൂ ആണ്. ട്രൂ ആണ്. ഓക്കെ. മീനിങ്? യു ആർ എ മുസ്ലിം. യു ആർ എ മുസ്ലിം. ഓക്കെ. നെക്സ്റ്റ് സാജി സാഹിബ്. നഹ്നു മുസ്ലിമൂൻ. നഹ്നു മുസ്ലിമൂൻ. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. ട്രൂ ആണ്. ട്രൂ ആണ്. മീനിങ്? വി ആർ. ഓക്കെ. പിന്നെ നാസർ സാഹിബ്. മുസ്ലിം. റോങ് ആണ്. റോങ് ആണ്. എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ചെയ്താൽ? മുസ്ലിമൂന. മുസ്ലിമൂന. ഓക്കെ, മുസ്ലിമൂന. ഓക്കെ. ജമാൽ സാഹിബ്. അൻതും മുസ്ലിമൂൻ. അൻതും മുസ്ലിമൂൻ. എവിടെ ജമാൽ സാഹിബ് ഇല്ലേ? മുങ്ങിയ? ഓക്കെ, എന്നാ നസീൽ സാഹിബ് പറയൂ. യു ഓൾ ആർ മുസ്ലിംസ്. യു ഓൾ ആർ മുസ്ലിംസ്. ഓക്കെ. പിന്നെ അഷ്റഫുക്ക. അന മുസ്ലിമൂൻ. ട്രൂ ആണോ ഫാൾസ് ആണോ? അന മുസ്ലിം എന്നല്ലേ പറയാം. അന മുസ്ലിം. അന മുസ്ലിമൂൻ. അന്ന മുസ്ലിമോൻ. ഞാൻ മുസ്ലിങ്ങളാണെന്ന് പ്ലൂറലായി പോയി. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. സജ്ജാദ് സാഹിബ്. അൻത മുസ്ലിം. അൻത മുസ്ലിം. ഞാൻ മുസ്ലിമാണ്. ഞാൻ മുസ്ലിമാണോ? ഓക്കെ. അൻത എന്ന് പറഞ്ഞാൽ ഞാനാണോ? സോറി, നീ മുസ്ലിമാണ്. സോറി, നീ മുസ്ലിമാണ്. ഓക്കെ ഓക്കെ. റജീനത്ത. ഹും മുസ്ലിം. ഇവിടെ ഇല്ല. പുറത്തു പോയിട്ടുണ്ട്. പുറത്ത് പോയിക്കണ. ഓക്കെ ഓക്കെ. ഞാനോ ചോദിക്കാൻ ബാക്കി? ആരാണ്? ഓക്കെ. അന മുസ്ലിം. അന മുസ്ലിം. ട്രൂ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നാ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഉസ്താദേ, ഈ ഗ്രാമറിന് എന്താ പറയാ? കവായിദാണോ? അല്ലല്ല, അത് കവായിദ് എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ റൂൾസ് എന്നാണ് പറയുന്നത്. അല്ല, മലയാളത്തിൽ സാധാരണ യൂസ് ചെയ്യണ്ടല്ലോ. എന്താ ഒരു കവായിദ്? എങ്ങനെ? മലയാളത്തിൽ സാധാരണ യൂസ് ചെയ്യാറുണ്ട് ആ ഫ്രെയിം കവായിദാണ്. അതുകൊണ്ട് കവായിദ യൂസ് ചെയ്യാറുണ്ടോ? എന്തൊരു കവായിദാണോ പറയാറുണ്ട്. ഓക്കെ ഓക്കെ. റൂൾസ് അല്ലേ? റൂൾസ്. കവായിദ്. ഖായിദ എന്ന് പറഞ്ഞാൽ റൂള്, കവായിദ എന്ന് പറഞ്ഞാൽ റൂൾസ്. ഇതൊക്കെ പഠിച്ചു അല്ലെ? ഇനി പിന്നെ നമ്മള് ഹുവ ഹും അൻത അൻതും അന നഹ്നു പഠിച്ചല്ലോ. അതിന്റെ തന്നെ വേറൊരു ഫോർമാറ്റ്. അതായത് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. അവന്റെ എന്നത് എങ്ങനെ പറയും? ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. അപ്പൊ അവരുടെ എന്നെങ്ങനെ പറയും? അൻത നീ, നിന്റെ. അൻതും നിങ്ങൾ, നിങ്ങളുടെ. അന ഞാൻ, എൻ്റെ. അതുപോലെ നഹ്നു ഞങ്ങൾ, ഞങ്ങളുടെ. ഈ ഫോർമാറ്റിൽ എങ്ങനെ കാര്യങ്ങൾ പറയും
അതിനെങ്ങനെ ഈ ഹുവ ചേഞ്ച് ചെയ്യും, ഹുമ്മ എങ്ങനെ ചേഞ്ച് ചെയ്യും, ആന എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഹുവയുടെ ഹു എന്നുള്ള ഇതിൽ ഈ ഹിസ്, ദയർ, യുവർ, മൈ, അവർ എന്ന മീനിങ് ഒക്കെ കിട്ടാൻ നമ്മൾ നൗണിന്റെ കൂടെ അവസാനത്തിലാണ് ഈ പ്രൊനൗൺസ് ചേർക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് റബ്ബ് എന്നുള്ള വേർഡ് എടുക്കുക. അവന്റെ റബ്ബ് എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹുവ റബ്ബ് എന്ന് പറഞ്ഞാൽ പറ്റൂല, അത് തെറ്റാണ്. ഹുവ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ റബ്ബാണ് എന്നാണ്. ഇപ്പൊ നേരത്തെ അന മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ്, ഹുവ മുസ്ലിം പറഞ്ഞാൽ അവൻ മുസ്ലിമാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവന്റെ റബ്ബ് എന്ന അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊനൗൺസിനെ നമ്മൾ എന്ത് ചെയ്യണം, നൗണിന്റെ ബാക്കിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം, റബ്ബിന്റെ കൂടെ ഫിറ്റ് ചെയ്യണം അവസാനത്തിൽ. അപ്പോൾ അവിടെ ഹുവയുടെ ഹു മാത്രം ചേർത്താൽ മതി, അവന്റെ എന്ന മീനിങ് കിട്ടും. റബ്ബു ഹു എന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബ്. അവരുടെ റബ്ബ് എന്ന് മീനിങ് കിട്ടുകയാണെങ്കിൽ ഹും എന്നെ ബാക്ക് കൊണ്ടുപോയി ചേർക്കുക. അതേപോലെ ഹും എന്നുള്ളത് റബ്ബു ഹും എന്ന് പറഞ്ഞാൽ അവരുടെ റബ്ബ്, റബ്ബു ഹും. ഇനി നിന്റെ, നിങ്ങളുടെ എന്നാവുമ്പോൾ ആ ത കായായി മാറും. റബ്ബു ത എന്നല്ല പറയാ, റബ്ബു ക എന്നാണ് നിന്റെ റബ്ബ് എന്നതിന് യൂസ് ചെയ്യുക. റബ്ബു ക. നിങ്ങളുടെ എന്നാവുമ്പോൾ കാന്റെ കൂടെ മീമും കൂടി ചേർത്തിട്ട് കും, റബ്ബുക്കും. റബ്ബുക്ക നിന്റെ റബ്ബ്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്. പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് റബ്ബി, റബ്ബന എന്നൊക്കെ ഉള്ളത്. ആ രീതിയിലാണ് എൻ്റെ, ഞങ്ങളുടെ എന്നുള്ള പിന്നെ മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക. അഥവാ യാ ചേർത്ത് കഴിഞ്ഞാൽ, അപ്പോൾ റബ്ബു എന്നുള്ളത് യാ ചേർക്കുമ്പോൾ റബ്ബി എന്നാവും, കെസറായി മാറും. റബ്ബി, റബ്ബ്, റബ്ബി എന്നായി മാറും, എൻ്റെ റബ്ബ്. റബ്ബുന ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നുണ്ട്, മ്യൂട്ട് ചെയ്താൽ മതി. റബ്ബുന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ റബ്ബ്. ഒന്നുകൂടെ നമുക്ക് പറയാം, അവന്റെ റബ്ബ് എന്നതിന് റബ്ബുഹു, അവരുടെ റബ്ബ് റബ്ബുഹും, നിന്റെ റബ്ബ് റബ്ബുക, നിങ്ങളുടെ റബ്ബ് റബ്ബുക്കും, എന്റെ റബ്ബ് റബ്ബി, ഞങ്ങളുടെ റബ്ബ് റബ്ബുന. റബ്ബന എന്നല്ല, റബ്ബുന എന്നാണ് ഞങ്ങളുടെ റബ്ബ് എന്നല്ലീന്. റബ്ബന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിക്കലാവും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കാരണം ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടില്ലേ ഈ കും, ഹു എന്നൊക്കെ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഖുറാനിൽ ഒരുപാട് വേർഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ആണിത്. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുന. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ജനറൽ ആയിട്ട് ചോദിക്കാം, ആർക്കും ഉത്തരം പറയാം. പിന്നെ പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നില്ല, അത് അടുത്ത സ്റ്റെപ്പിൽ ചോദിക്കാം. ഇപ്പോ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഉത്തരം പറയാവുന്നതാണ്. റബ്ബു ക, റബ്ബുക്ക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? യുവർ റബ്ബ്, നിന്റെ റബ്ബ്. നിന്റെ റബ്ബ്. റബ്ബി എന്ന് പറഞ്ഞാലോ? റബ്ബി എന്റെ റബ്ബ്. നിന്റെ റബ്ബ്. റബ്ബുഹു നിന്റെ റബ്ബ്. അവരുടെ റബ്ബ്. ഹു അവന്റെ റബ്ബ്. റബ്ബുന, റബ്ബുന ഞങ്ങളുടെ ഞങ്ങളുടെ റബ്ബുന. ഞാ എന്ന് പറയുമ്പോ പിന്നെ അങ്ങനെ ആലോചിച്ചാൽ മതി, ഞങ്ങളുടെ. റബ്ബുന. റബ്ബുഹു എന്ന് പറയുമ്പോ ഹുവ ആലോചിച്ചാൽ മതി, റബ്ബുഹു. ഓക്കെ. റബ്ബുഹും എന്ന് പറഞ്ഞാലോ? അവരുടെ. അവരുടെ. ഓക്കെ. റബ്ബുക്കും എന്ന് പറയുമ്പോയോ? നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ പ്ലൂറൽ, നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ റബ്ബാണ്. അല്ലേ? ഓക്കെ. പ്ലൂരലാണ്. കും, ഹും എന്നൊക്കെ പറഞ്ഞ പ്ലൂരലാണ്. ഓക്കെ. ഇനി ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഷിനാസ്ക, റബ്ബി എന്ന് പറഞ്ഞാല് എന്റെ റബ്ബ്. എന്റെ റബ്ബ്. സഫീർ സാഹിബ്, റബ്ബുന എന്ന് പറഞ്ഞാല്? റബ്ബുന അവരുടെ. റബ്ബുന അവർ നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ്. ഓക്കെ. റബ്ബുഹും നാസർ സാഹിബ്, റബ്ബുഹും. റബ്ബുഹും അവരുടെ. ഓക്കെ. അവരുടെ റബ്ബ്. ഓക്കെ. റബ്ബുഹു ജമാൽ സാഹിബ്.
ജമാൽ സാഹിബ് റബ്ബുഹു എന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബ് എന്നല്ലേ? ഓക്കെ റബ്ബു പിന്നെ ഇതാരാ ഫസൻ ഷാ ഫസി പിന്നെ റബ്ബു അത് ഞാനാണ് അത് ശരി കണക്ഷൻ ശരിയാവാത്തോണ്ട് ഇതിന്ന് കണക്ട് ചെയ്താ വേറെ ഇതിന്ന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ. ഓക്കെ സഞ്ജു സാഹിബ് റബ്ബുക്കും നിങ്ങളുടെ ഓക്കെ റബ്ബുക്ക പിന്നെ നസീർ സാഹിബ് ഞങ്ങളുടെ റബ്ബ റബ്ബുക്ക അൻതയുടെ ക നിന്റെ റബ്ബ് ഓക്കെ അഷ്റഫ് ക റബ്ബി എഴുതിയില്ല. റബ്ബി എന്റെ എന്നാണോ? എന്റെ സജ്ജാ സാഹിബ് റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ഓക്കെ അപ്പൊ എല്ലാരും ആയി ഇൻഷാ അല്ലാഹ്. എല്ലാരും അത് പഠിച്ചല്ലേ? ഹുവ ഹും അൻത അൻതും അന നഹ്നു. അതുപോലെ റബ്ബുഹു റബ്ബുഹും റബ്ബുക റബ്ബുക്കും റബ്ബി റബ്ബുന. ഇത്രയും ക്ലിയർ ആണ്? മുമ്പിലുള്ള സ്ലൈഡ് എടുക്കോ? മുമ്പത്തെ സ്ലൈഡ് ഓക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഓക്കെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. റബ്ബുക്ക റബ്ബുക്കും എന്ന് പറയുമ്പോ ഒന്ന് തന്നെയാണ് അല്ലേ? എങ്ങനെ? റബ്ബുക്ക റബ്ബുക്കും എന്ന് പറഞ്ഞ രണ്ട് സെയിം തന്നെയാണ് അല്ലേ? അതെ റബ്ബുക്ക പ്ലൂറലാണ്. റബ്ബുക്ക സിംഗുലർ. അങ്ങനെയല്ല റബ്ബി എന്ന് പറയുമ്പോ മൈ എന്റെ അല്ലേ? റബ്ബി എന്റെ റബ്ബ്. ഓക്കെ സ്ക്രീൻ ഷെയറിംഗ് പിന്നെ കാണുന്നില്ല സാറേ. ഒന്നും കൂടി ഷെയർ ചെയ്യാം ഒരു മിനിറ്റ്. എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പോഴാ പ്രശ്നം എന്ന് തോന്നുന്നു. അത് ഉസ്താദിന്റെ ഇതിൽ എടുത്താൽ മതി. പേര് ഓപ്പൺ ചെയ്യുമ്പോ വരും ഓട്ടോമാറ്റിക് തോന്നുന്നു. ഒരു വിൻഡോ കാണുന്നില്ല? ഒരു ഷെയറിംഗ് വിൻഡോ ആയിട്ട് മുകളിൽ മാത്രം കാണുന്നുണ്ടോ? നോക്ക്. കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് ബ്ലാക്ക് ആയിട്ടാ വരുന്നത്. ഞാൻ ബ്ലാക്ക്. ഓക്കെ ഇപ്പൊ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഷെയറിംഗ്. ഇപ്പോ അടുത്ത ഓക്കെ പറ്റില്ല കാണും. ഇപ്പം കാണാം. അപ്പോ പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ചത് പ്രധാനമായിട്ട് പഠിച്ചത് ഒന്ന് ഹുവ ഹും അൻത അൻതും അന നഹ്നു. പിന്നെ ഇത് പ്രൊനൗൺ ആഡ് ചെയ്തിട്ട് എൻ്റെ, ഞങ്ങളുടെ, നിന്റെ എന്നൊക്കെ അർത്ഥം കിട്ടാനുള്ള പ്രയോഗങ്ങളാണ് ഈ കൊടുത്തത്. അത് വെച്ചിട്ട് റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും റബ്ബി റബ്ബുന എന്ന് പഠിച്ചു. ഓക്കെ. പിന്നെ അതിന് മുമ്പ് നമ്മൾ പഠിച്ചത് മൊത്തത്തിൽ 3 ടൈപ്പ് വർബ് കെലിമത്തുകൾ, വേർഡ്സ് അറബിയിലുണ്ട്. ഒന്നിങ്ങനെ അറബിയിലെ വേർഡ്സ് നൗൺ ആയിരിക്കും, അല്ലെങ്കിൽ അത് വർബായിരിക്കും, അതല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത ഹറഫുകളായിരിക്കും. ഓക്കെ. ഇപ്പോൾ പിന്നെ ഇസ്മിന് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. റബ്ബ്, ദീന്, കിതാബ് എന്നൊക്കെ പറയുന്ന ഇസ്മാണ് അഥവാ നൗണുകളാണ്. ഇനി ഈ നൗണുകൾ വെച്ചിട്ട് നമുക്ക് നേരത്തെ പഠിച്ച പിന്നെ എൻ്റെ, ഞങ്ങളുടെ എന്നുള്ള രീതിയിലേക്ക് ഒന്നും കൂടെ ചില എക്സാമ്പിൾസ് പഠിക്കുകയാണ്. നേരത്തെ റബ്ബ് എന്നുള്ള വേർഡിൻ്റെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ദീന് അതുപോലെ കിതാബ്, ഈ 2 വേർഡ് വെച്ചിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ പ്രൊനൗൺസ് എങ്ങനെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പിന്നെ ഏകദേശം 12 വേർഡ്സ് ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ആളുകൾ ഇതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കുക. ദീന് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ദീന് എന്ന് തന്നെ അർത്ഥം പറഞ്ഞാൽ മതി. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്ക് എന്നുമാണ്. അപ്പം അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള ആ പ്രൊനൗൺ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അർത്ഥം ഒന്നിച്ച് പറയണം. ഉദാഹരണത്തിന് കിതാബുക്ക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നിന്റെ ബുക്ക്. ഓക്കെ, ആ രീതിയിൽ പറയാം.
ഓക്കെ സജാദ് സാഹിബ്, പിന്നെ ദീനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥ? ദീനി എന്റെ ബുക്ക്, എന്റെ ദീൻ. ഓക്കെ, വെരി ഗുഡ്. നസീൽ സാഹിബ്, ദീനുക്ക എന്ന് പറഞ്ഞാലോ? അവരുടെ ദീൻ. ദീനുക്ക അൻത യുവർ, നിന്റെ ദീന്. ഓക്കെ. ദീനുഹും എന്ന് പറഞ്ഞാൽ എന്താ സഫീർ സാഹിബ്? അവരുടെ. ഓക്കെ. പിന്നെ കിതാബുഹു എന്ന് പറഞ്ഞാൽ ഷിനാസ് സാഹിബ്, കിതാബുഹു അവന്റെ ബുക്ക്. അവന്റെ. അഷറഫുക, കിതാബുന. കിതാബുന ഞങ്ങളുടെ വരുമ്പോ ഞാന്ന് പറഞ്ഞാല് ഞങ്ങളുടെ അറിയിച്ചാ മതി. ഓക്കെ. പിന്നെ ഞാൻ അപ്പൊ ഈ വേർഡിന്റെ കൂടെ ഇത് ഈ വേർഡിന്റെ കൂടെ ഈ നാനും ഹൂന്നൊക്കെ എഴുതുമ്പോൾ അപ്പൊ ഇതിന്റെ ഇത് പറ്റാ മതി അല്ലെ? അല്ല ഈ അവർ എന്നുള്ള ഞങ്ങളുടെ എന്നുള്ള അർത്ഥം വരും. ഓക്കെ. ഇനി പിന്നെ ജമാൽ സാഹിബ്, ദീനുഹും അവരുടെ ദീൻ. ഓക്കെ. ഇപ്പോ ഈ എല്ലാരും ഒന്ന് ഒരു പിന്നെ 10 അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് ഈ വേർഡുകളൊക്കെ ഒന്ന് നോക്കുക. എല്ലാത്തിന്റെ മീനിങ് ഒറ്റയ്ക്ക് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ദീനുഹു, ദീനുഹും, ദീനുക്ക, ദീനുക്കും, ദീനി, ദീനുന, കിതാബുഹു, കിതാബുഹും, കിതാബുക്ക, കിതാബുക്കും, കിതാബി, കിതാബുന. ഇനി പുതിയ ഒരു വേർഡ് കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പൊ അവൻ എന്നതിനൊക്കെ നമ്മൾ പഠിച്ചു ഹുവ എന്നാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. എന്നാ അവൾ എന്നതിന് എന്താ പറയാ? ഹിയ. ഹിയ. ഓക്കെ. അപ്പോ പിന്നെ ഹുവ എന്നുള്ള മെയിൽ വേർഡാണ്, ഹിയ എന്നുള്ള ഫീമെയിൽ ആണ്. അറബിയിൽ അതിന് മെയിലിന് മുദക്കർ എന്നും പറയും, ഫീമെയിലിന് മുഅന്നസ് എന്നും പറയും. ആ പേര് നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം പിന്നെ അത് പിന്നീട് നമ്മളങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് മുദക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണത് മെയിലും മുഅന്നസ് എന്ന് പറഞ്ഞാൽ ഫീമെയിലും ആണ്. മുദക്കർ, മുഅന്നസ്. ഓക്കെ. ബുഹുവ അവൻ, ഹിയ അവൾ. നമ്മൾ ഇത് പഠിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എക്സാമ്പിൾ ആണ്. നമ്മൾ സാധാരണ പിന്നെ മെയിൽ സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് റളിയല്ലാഹു അൻഹു എന്ന്. റളിയല്ലാഹു അൻഹു. അവിടെ ആ അൻഹു എന്നുള്ളത് ശരിക്കും ഹുവയെ സൂചിപ്പിക്കുന്നതാണ്, ആണാണ്, മെയിലാണ്. പെണ്ണാകുമ്പോ നമ്മൾ പറയാറുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ, ഹ എന്ന് പറയും. അപ്പൊ ഹു എന്ന് പറയുന്ന നമ്മളെ റബ്ബുഹു പോലെയാണ്. അൻഹ എന്ന് പറയുന്ന റബ്ബുഹ പോലെയും, അവളുടെ എന്നുള്ള അർത്ഥത്തില്. അതാണ് ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയാനുള്ള കാരണം. അള്ളാഹു അവരെ അഥവാ പെണ്ണായോണ്ട് അവളെ തൃപ്തിപ്പെടട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ. ഓക്കെ. ഇനി ഹിയ വെച്ചിട്ടുള്ള പിന്നെ നേരത്തെ പഠിച്ച വേർഡുകളെ എങ്ങനെയാണ് അവളുടെ എന്ന അർത്ഥത്തിൽ മാറ്റുക? റബ്ബു ഹ, അവളുടെ റബ്ബ്. ദീനു ഹ, അവളുടെ ദീൻ. എന്താണ്? ക്ലിയർ ആയില്ല. ക്ലിയർ ആവുന്നില്ല. എന്താണ്? ആരാ പറയുന്നതും മനസ്സിലാവുന്നില്ല, പിന്നെ ക്ലാരിറ്റിയും കിട്ടുന്നില്ല. തീരെ ക്ലിയർ ആവുന്നില്ല, കട്ടാവുണ്ട് അല്ലേ? അഷ്റഫിക്കാണ് പറയുന്നത്. അഷ്റഫ് ക്ലിയർ ആവുന്നില്ല കേട്ടോ, കട്ടാവുണ്ട്.
അഷ്റഫൊക്കെ ചോദിച്ചത്? ഓക്കെ, പിന്നെ അഷ്റഫൊക്കെ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ മതി, ചാറ്റിൽ പോയിട്ട്. ഓക്കെ, പിന്നെ അപ്പോ റബ്ബുഹ ദീനുഹ കിതാബുഹ, ഹ എന്നുള്ള ചേർക്കുക. ഇത് എഴുതുമ്പോ ഇപ്പൊ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നമുക്ക് എഴുതാൻ കഴിഞ്ഞോണം എന്നില്ല. ഇത് കാരണം പിന്നെ പ്രിന്റിങ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ എഴുതുമ്പോൾ ഈ മുകളിലുള്ള ഹിയയുടെ ഹാനെ പോലെയാണ് നമ്മൾ റബ്ബുഹ എന്ന് എഴുതുക. ഈ ഹാ ഇട്ടിട്ട് അലിപ്പിട്ടുകാണ്ട് മേലക്ക് നീട്ടിയിട്ടാണ് എഴുതുക റബ്ബുഹ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, പിന്നെ ഈ വേർഡ് ഈ 3 വേർഡുകൾ ഒന്ന് നിങ്ങളെ പിന്നെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് നമുക്കൊന്ന് അയച്ചു തരണം. നിങ്ങൾ എഴുത്തൊന്ന് ഈ 3 വേർഡ്സുകൾ റബ്ബുഹ എന്നും ദീനുഹ കിതാബുഹ ഇതൊന്നും നിങ്ങൾ നോട്ടിൽ എഴുതുക. എന്നിട്ട് പിന്നെ അതൊന്ന് അയച്ചു തന്നാൽ മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട തന്നെ ഒരു സംഗതി കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമുക്ക് പരിചയമുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ മുസ്ലിം എന്ന് പറയുന്ന ആണിനാണ്, അത് പെണ്ണാവുമ്പോൾ നമ്മൾ മുസ്ലിമ എന്നാ പറയാ. അതായത് മീമിന് ശേഷം മീമിന് ഫത്ത ഇട്ടിട്ട് താ കൊടുക്കും, ഇങ്ങനത്തെ ഒരു റൗണ്ട് താ, മുസ്ലിമത്ത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ മുസ്ലിമത്തുൻ എന്ന് പറയില്ല, മുസ്ലിമ മ എന്നാ പറയുള്ളൂ. അതുപോലെ മുഅ്മിനത്തുൻ എന്നുള്ളതിന് മുഅ്മിന, സ്വാലിഹത്തുൻ സ്വാലിഹ, കാഫിറത്തുൻ കാഫിറ, മുശ്രിക്കത്തുൻ മുശ്രിക, മുനാഫിഖത്തുൻ മുനാഫിഖ. ഈ അറബിയില് ഈ താ ഉണ്ടല്ലോ, നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ റൗണ്ടിലുള്ള താ ഒരു വേർഡിന്റെ അവസാനത്തിൽ വരും. ഒരു വേർഡിന്റെ അവസാനത്തിൽ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വേർഡ് സ്റ്റോപ്പ് ചെയ്യാണെന്ന് വിചാരിച്ചു, ആ സ്റ്റോപ്പ് ചെയ്യുന്ന വേർഡിന്റെ അവസാനത്തിൽ ഈ താ വരികയാണെങ്കിൽ നമ്മൾ അത് പ്രനൗൺസ് ചെയ്യൂല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പിന്നെ സൂറത്തുൽ ഖാരിയ ഓതാറുണ്ടല്ലോ, അൽ ഖാരിയ, അത് ശരിക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അൽ ഖാരിയ എന്നാ ഓതുവറും. എന്നാ കണക്ട് ചെയ്ത് കണ്ട് അടുത്ത ആയത്തിലേക്ക് ഓതുമ്പോഴോ അൽ ഖാരിഅതു മൽ ഖാരിഅ, അൽ ഖാരിഅതു എന്ന് പറയും. എന്നാ മൽ ഖാരിഅ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശരിക്ക് അവിടെ മൽ ഖാരിഅതു എന്നുണ്ട്, പക്ഷെ നമ്മൾ ആ താ പറയില്ല, എന്നേ പറയുള്ളൂ. അതുപോലെയാണിത്. മുസ്ലിമത്തുൻ എന്നുണ്ട്, പക്ഷെ പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? മുസ്ലിമ. മുഅ്മിനത്തുൻ മുഅ്മിന, സ്വാലിഹത്തുൻ സ്വാലിഹ, കാഫിറത്തുൻ കാഫിറ, മുശ്രിക്കത്തുൻ മുശ്രിക, മുനാഫിഖത്തുൻ മുനാഫിഖ. അത് താ വരുമ്പോൾ മാത്രമാണോ അങ്ങനെ ചെയ്യുന്നത്? അതെ അതെ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സുക്കൂൻ ചെയ്ത് കാണാൻ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പൊ മുസ്ലിമുൻ എന്നുള്ള മീമലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ആ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുൻ എന്നുള്ളത് എന്ത് ചെയ്യാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ സുക്കൂൻ സ്റ്റോപ്പ് ചെയ്യാണ്. മുഅ്മിനുൻ എന്നുള്ളത് നമ്മൾ ന്യൂൻ തന്നെയാണ് അവസാനത്തെ അക്ഷരം, പക്ഷെ അതിന് സുക്കൂൻ ചെയ്തിട്ട് മുഅ്മിൻ എന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. സ്വാലിഹുൻ എന്നുള്ളത് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാണ്. അഥവാ സാധാരണ ഒരു അക്ഷരത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ അക്ഷരത്തിന് സുക്കൂന് ചെയ്ത് കാണാൻ സ്റ്റോപ്പ് ചെയ്യും. എന്നാ ഈ താഹ് അവസാനത്തിൽ വരുമ്പോ ആ താഹ് ഹാ ആയിട്ട് മാറി. ശരിക്ക് മുസ്ലിമ എന്ന് പറഞ്ഞ മീമ നിർത്തല്ല ചെയ്യുന്നത്, ആ താഹിനെ ഹാ ആക്കി മാറ്റിട്ട് ഹ് എന്ന് പറയുന്നുണ്ട്. മുസ്ലിമ മുഅ്മിന ന, ശരിക്കും മുഅ്മിന എന്നല്ല പറയുന്നത്, മുഅ്മിന. സ്വാലിഹ എന്നല്ല പറയുന്നത്, സ്വാലിഹ ഹ ഹ. അതുപോലെ കാഫിറ കാഫിറ റ, ആ ഹാ പറയുന്നുണ്ട്, സുക്കൂനുള്ള ആ ഹാ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സുക്കൂനുള്ള ഹാ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നാണ് കേൾക്കൂല. വളരെ ക്ലാരിറ്റി ഉള്ള മൈക്കയിൽ പറയുകയാണെങ്കിൽ അത് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിമ, കാഫിറ, മുശ്രിക. ഓക്കെ, പിന്നെ അതിന്റെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഉസ്താദേ, ഈ ഡബിൾ അതായത് മറ്റേ ഇരട്ട തൻവീൻ അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോഴേ നമ്മള് സുക്കൂനായിട്ടാണ് നിർത്തുന്നത് ഓതുമ്പോൾ? അതെ, സുക്കൂനായിട്ടാണ് നിർത്തുക. അതെ, പിന്നെ കസർ അഥവാ അടിയിൽ 2 പേരെ ഇടുമല്ലോ. അപ്പൊ മുസ്ലിമിൻ അങ്ങനെ ഇടുമ്പോഴും മുസ്ലിമുൻ എന്നിടുമ്പോഴും മുസ്ലിം എന്ന് പറഞ്ഞാണ് നിർത്തുക. എന്നാൽ മുസ്ലിമൻ എന്ന് പറയുന്ന രീതിയുണ്ട്. അങ്ങനെ ഇടുമ്പോ തന്നെ ആ മുസ്ലിമൻ മീമിന്റെ മുകളിൽ തൻവീൻ ഇട്ടിട്ട് ഫതഹു തൻവീൻ ഇട്ടിട്ട് ഒരു അലിഫും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവും. മുസ്ലിമൻ എന്ന് എഴുതുമ്പോ
ഈ മുസ്ലിം ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം, അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. സ്ക്രീൻ ഒന്ന് മാറ്റിയിട്ട് TV ഓഫ് ചെയ്താണോ എന്താ ചെയ്യുന്നത്? ഓക്കെ, വേർഡ് ഫയൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ ഞാൻ മുസ്ലിം എന്നുള്ള വേർഡ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സാധാരണ മുസ്ലിമുൻ എന്ന് ഇങ്ങനെയാണ് എഴുതുക. ഇത് വായിക്കാം മുസ്ലിം എന്നാണ്. മുസ്ലിം സുക്കൂൻ ചെയ്തിട്ട് വായിക്കും. ഇനി മുസ്ലിമിൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, മുസ്ലിമിൻ എന്ന് എഴുതുക. ഇതും വായിക്കുക മുസ്ലിം എന്ന് തന്നെയാണ്. സ്റ്റോപ്പ് ചെയ്ത് കാണാൻ വായിക്കുമ്പോൾ മുസ്ലിം എന്ന് തന്നെയാണ് വായിക്കുക. ഇനി ഫത്തഹ് ഇട്ട് കാണുള്ള രീതി ഉണ്ട്. ഇത് ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. മുസ്ലിമൻ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി നിർത്തൂല. മുസ്ലിമൻ എന്ന് നമ്മളെ കണക്കിൽ ഇപ്പൊ ഇത് മുസ്ലിമൻ എന്നായി. പക്ഷേ ഫതഹ് തൻവീൻ ഒരു നൗണിന്റെ കൂടെ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ അലിഫും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യണം, മുസ്ലിമൻ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വായിക്കുക മുസ്ലിമ എന്നാണ്. മുസ്ലിമ എന്നാ വായിക്കുക. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മള് ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. വല ആദിയാത്തി ളുബ്ഹ എന്നുള്ള സൂറത്തില്ലേ? വല ആദിയാത്തി ളുബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ അൽ ഖാരിയ കഴിഞ്ഞിട്ടുള്ള സൂറത്ത്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് കാണാൻ പറ്റും. വബ്ഹ, അവിടെ ശരിക്കും വബ്ഹൻ എന്നുണ്ട്, എന്നിട്ട് അലിഫ് ഇട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ഓതുമ്പോൾ വൽ ആദിയാത്തി വബ്ഹ ഹ, അഥവാ ഈ തൻവീന് ഒഴിവാക്കും, പക്ഷെ ആ അലിഫ് പറയും. ഞാനിതിനെ ഓതുമ്പോ ഇങ്ങനെയാണ് ഓതുക. പിന്നെ അതായത് തൻവീന് കളയും, പക്ഷെ മാ ആ നീട്ടൽ അവിടെ ഉണ്ടാവും. മുസ്ലിമ, മുസ്ലിമൻ എന്നുള്ളത് മുസ്ലിമ എന്ന് വായിക്കും. വബ്ഹൻ എന്നുള്ളത് വായിക്കും വബ്ഹ ഹ. വബ്ഹ എന്ന് വായിക്കാൻ പാടില്ല, അപ്പൊ മറ്റേ താ ആണെന്ന് വിചാരിക്കും. വബ്ഹ ചെറിയ ആ അലിഫിന്റെ ചെറിയൊരു മദ്, ചെറിയൊരു നീട്ടൽ കൊടുക്കണം. വൽ ആദിയാതി വബ്ഹ, അതുപോലെ ഫൽ മൂരിയാതി ഖദ്ഹ ഖദ്ഹ. ഖദ്ഹൻ എന്ന് വായിക്കാനും പാടില്ല, ഖദ്ഹ എന്ന് വായിക്കാനും പാടില്ല. ഖദ്ഹ ചെറിയൊരു നീട്ടൽ കൊടുക്കണം. അതുപോലെ അല്ലെ ഫൽ മുഗീറാതി സുബ്ഹ സുബ്ഹ, ചെറിയ മദ് ട്ടോ. മനസ്സിലായല്ലോ അല്ലേ? ചേർത്ത് വായിക്കുമ്പോ അന്ന് തന്നെ പറഞ്ഞു വായിക്കാം. വായിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് والعاديات ضبحا فالموريات قدحا فالمغيرات صبحا. അപ്പൊ അവിടെ അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ആയത്തിലേക്ക് കണക്ട് ചെയ്ത് കണ്ട് ഓതി. അപ്പൊ ആ തൻവീന് പറയും. സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇനി ഇതിലൊരു സംഗതി കൂടി പറയാനുണ്ട്. പിന്നെ മുസ്ലിമ എന്ന് നമ്മൾ പറഞ്ഞു.
അതില് അതിന്റെ പ്ലൂരൽ ഫോം ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ മീം കഴിഞ്ഞിട്ട് ഒരു അലിഫ് നീട്ടി കൊടുക്കുക, എന്നിട്ട് ഈ റൗണ്ടിലുള്ള താ ഇങ്ങനെ ബാത്ത ആക്കി മാറ്റുക. ബാനെ പോലുള്ള താ ഉണ്ടല്ലോ, ആ താ ആക്കി മാറ്റുക. അപ്പോ മുസ്ലിമ എന്നുള്ള എന്താവും? മുസ്ലിമാത്ത് മാച്ച്. ഈ താവിനെ പോലെയല്ല ഈ താ പ്രൊനൗൺസ് ചെയ്യുക. ഇത് ഹ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക, മുസ്ലിമ മ. പക്ഷെ ഈ താ വളരെ സോഫ്റ്റ് ആയിട്ട് എന്ന് പറയും. മുസ്ലിമാത്ത്, മുഅ്മിനാത്ത്, സ്വാലിഹാത്ത്, കാഫിറാത്ത്, മുശ്രിക്കാത്ത്, മുനാഫിഖാത്ത്, ഇങ്ങനെ എന്നുള്ള സോഫ്റ്റ് ആയിട്ട് പറയും. ശരിക്കും ഇവിടെ ഉള്ളത് മുസ്ലിമാത്തുൻ എന്ന് തന്നെയാണ്. മുഅ്മിനാത്തുൻ, സ്വാലിഹാത്തുൻ, കാഫിറാത്തുൻ, മുശ്രിക്കാത്തുൻ, മുനാഫിഖാത്തുൻ എന്ന് തന്നെയാണ് ഉള്ളത്. എന്നാൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എഴുതി കാണിച്ചു തരാം. മുസ്ലിമ, മുസ്ലിമത്തുൻ എന്നാണ് ഇവിടെ ഉള്ളത്. മുസ്ലിമത്തുൻ. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മുസ്ലിമ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ മുസ്ലിമ, ഈ താ തൊട്ട് മുമ്പുള്ള താ ഇങ്ങനെയായി മാറും, ഹാ ആയി മാറും. മുസ്ലിമ, മുസ്ലിമ. അല്ലാതെ ഈ ഹാ ഇല്ലാതെ ഉള്ള വേർഡല്ല. ചില ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് മുസ്ലിമ മ എന്ന് പറയുന്നത്. ശരിക്കും അൽ ഖാരിഅ എന്ന് പറഞ്ഞ പോലെ അൽ ഖാരിഅ, മുസ്ലിമ, മുഅ്മിന എന്ന് പറയണം. ഓക്കെ. ഇനി ഇതേ സംഗതി തന്നെ ഒന്നുകൂടെ ഫോം ആയിട്ട് വരുമ്പോ എന്നാണ്. മുസ്ലിമാത്തുൻ, മുസ്ലിമാത്തുൻ എന്നാണ്. പക്ഷെ അത് നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് മുസ്ലിമാ സുക്കൂൻ ചെയ്ത് കാണാൻ സ്റ്റോപ്പ് ചെയ്യാം. മുസ്ലിമാത്ത്, മുസ്ലിമാത്ത്. അത് ത് എന്ന് പറയരുത്, സോഫ്റ്റ് ആയിട്ട് പറയാം. മുസ്ലിമാത്ത്, മുസ്ലിമാത്ത്, സോഫ്റ്റ് ആയിട്ട്. മനസ്സിലായോ? അല്ല ഉസ്താദ്, കുറച്ചു മുമ്പല്ലേ ഉസ്താദ് പറഞ്ഞു താ വരികയാണെങ്കിൽ പ്രൊണൗൺസ് ചെയ്യില്ല. ഇപ്പൊ പിന്നെ താ വന്നപ്പോ പ്രൊണൗൺസ് ചെയ്യാൻ പറയുന്നു. അപ്പൊ അല്ല, അതാണ് ഞാൻ പറഞ്ഞ രണ്ട് താ ഉണ്ട്. നമ്മള് രണ്ട് ടൈപ്പ് തായിന്റെ വ്യത്യാസമാണല്ലേ അത്? അതെ. ഇത് ഈ താ ഉണ്ടല്ലോ, ഈ താവ് വരുമ്പോഴാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണ്ട എന്ന് പറഞ്ഞത്. അത് പ്രൊനൗൺസ് ചെയ്യണ്ട എന്നല്ല, അതിനെ ഹ് എന്നായിട്ട് മാറും. ഇതാ ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ട് മുസ്ലിമ മ. ശരിക്കും ഹ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ ത്രോട്ടിന്റെ അങ്ങേ അറ്റത്തുനിന്ന് വരുന്ന സൗണ്ട് ആയതുകൊണ്ട് അത് പുറത്തേക്ക് അങ്ങനെ ക്ലാരിറ്റിയോട് കൂടി കേൾക്കൂല. നേരെ മറിച്ച് നല്ല പിന്നെ പവർഫുൾ ആയിട്ടുള്ള മൈക്കിന് മുമ്പെന്ന് ഒരാൾ പറയുമ്പോ അത് കേൾക്കും ചെയ്യും. അൽ ഖാരിഅ, അല്ലാതെ അൽ ഖാരിഅ എന്നല്ല പറയുന്നത്, അൽ ഖാരിഅ എന്ന് വരുന്നുണ്ട്. പിന്നെ ഈ താ ആവുമ്പോൾ ഈ താവിന്റെ പ്രത്യേകത ഇതിനെ വളരെ സോഫ്റ്റ് ആയിട്ട് പറയണം. അപ്പോ മുസ്ലിമാത്ത് എന്നാണ് പറയാ. മുസ്ലിമാത്ത് സുക്കൂൻ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടും സുക്കൂൻ ഈ താവും സുക്കൂൻ ചെയ്തേക്കാണ്. പക്ഷെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കൂല. ഈ താവിനും സുക്കൂന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അതെന്താവും? സോഫ്റ്റ് ആയിട്ട് എന്ന് പറയും. ഇവിടെ അക്ഷരം തന്നെ മാറുന്നുണ്ട്. താ എന്നുള്ള ഹ് എന്നായി മാറുന്നുണ്ട്. ഇവിടെ സുക്കൂനെ ഇടുന്നുള്ളൂ, അക്ഷരം മാറുന്നില്ല. അപ്പൊ രണ്ടിന്റെയും പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ഇത് മുസ്ലിമാത്ത് എന്നാണ് നീട്ടി പറയും. മുസ്ലിമാത്ത് രണ്ടാമത്തേത്. ആദ്യത്തെ മുസ്ലിമ മ. ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഹയ്യാല സ്വല എന്നുള്ളിടത്തുള്ള താ ഈ തായാണ്.
അതുകൊണ്ടാണ് അവിടെ നമ്മൾ ത് എന്ന് കേൾക്കാറില്ല. ഹയ്യാല സ്വലാത്ത് എന്നാരും പറയാറില്ല. സ്വലാ ഹയ്യാല സ്വലാ എന്നാണ് പറയാറ്. അപ്പോൾ ഹ് എന്നായി മാറത്. എന്നാൽ നമ്മൾ തബ്ബത്ത് തബ്ബത്ത് അവിടെ ഈ താവ് സോഫ്റ്റ് ആയിട്ട് പറയും. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. തബ്ബത്ത് ഈ താവ്. അതുപോലെ ഇത് സമാഉ ഷഖ്ഖത്ത് അവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ട് ഈ താവ് പറയും. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഹലോ, മനസ്സിലായി? ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ പിന്നെ ഗ്രാമർ എല്ലാം കൂടി ഒന്നിച്ചെടുത്താൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര മതി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതിന്റെ പിന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഫയലുകൾ ഞാൻ നമുക്ക് ഇതിൽ ഗ്രൂപ്പിൽ അയക്കാം. ഒന്നെങ്കിൽ ഫോട്ടോ ആയിട്ട് കണ്ട് അയക്കാം, അതല്ലെങ്കിൽ ഒറ്റ PDF ആയി കണ്ടും അയക്കാം ഇൻഷാല്ലാ. പിന്നെ പല ആൾക്കാരും ഇത് ഓൾറെഡി ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനും പറ്റും. ഇവിടെ വന്നിട്ടുണ്ട്. അതാ ഇതന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഇതന്നെ ഞാൻ എടുത്തിട്ട് ഇടാം, ഗ്രൂപ്പിലിടാം ഇൻഷാല്ലാ. ഓക്കെ, ഇനി ചെറിയ ഒരു ഉത്ഭവത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും ഞാൻ പിന്നെ അയച്ചു തന്ന ആ ഒരു ഇത് എന്താ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കണ്ട് അയക്കണം. കാരണം നിങ്ങളെ എഴുത്ത് പല ആൾക്കാരത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗൂഗിൾ ഫോം ആക്കി മാറ്റിയത്. ഇൻഷാല്ലാ അതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് റമദാൻ പ്ലാനർ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇൻഷാല്ലാ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാം. ഓക്കെ.